അല്ല, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഫിലിമിലെ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗാണ് ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നത്. അത് കുറെ കാലം കൂടി ഒരു അതിഥി എത്തിയെന്ന്. അപ്പോൾ കുറെ കാലം കൂടി ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പുറത്താക്കി. അതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം. CPM ആയിട്ട് ഗൂഢാലോചന നടത്തി. അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തു വിടണം. പിന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീമതി ലതിക സുഭാഷ്, അവര് ഈ പാർട്ടിയിൽ തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവരെ പുറത്താക്കി. എന്തായിരുന്നു കാരണം നിങ്ങൾ ആലോചിക്കുക. പിന്നെ ശ്രീ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ, അവരിന്നിപ്പോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരെ അപമാനിതയായിട്ട് പുറത്താക്കി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബ്ദം പുറത്തു വരാത്ത സ്ത്രീ ആവണം. ഇന്ന് അവരുടെ പോസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയെയും സംസാരിക്കുവാൻ അനുവദിക്കില്ല. പിന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ. ഇതെല്ലാം കേരളത്തിലെ മമ്മൂട്ടി അതിഥിയെ എത്തി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്താക്കിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ കാലത്തിന് ശേഷം സിമി റോസ്ബൽ ജോൺ, 70 വയസ്സുള്ള റോസക്കുട്ടി ടീച്ചറെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് മാത്രമായിരുന്നില്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, MLA ആയിരുന്നു. അതുകൂടാതെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ടീച്ചറെ പുറത്താക്കി. പിന്നെ ശോഭന ജോർജ്, MLA ആയിരുന്നു നിരവധി തവണ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അവരെയും പുറത്താക്കി. പിന്നെ ഷഹിദ കമാല് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാട്ടോ. ഇപ്പൊ വനിതാ കമ്മീഷൻ അംഗമാണ്. എന്റെ കൂടെ യൂത്ത് കോൺഗ്രസിലെ എന്റെ 2ാമത്തെ ബാച്ചില് 12 വർഷത്തെ എന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള 8ാമത്തെ വർഷം, അതായത് അനിൽകുമാറിന്റെ കൂടെയുള്ള ഭാരവാഹിയായിരുന്നു. അവരെയും പുറത്താക്കി. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ നൽകുന്ന സന്ദേശം, ഇവരൊക്കെ എത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെ ഈ കേരള മണ്ണിന്റെ ശിരസ്സുയർത്തിയ വനിതകളാണ്. ഇവരൊക്കെ ഹൃദയവേദനയോടെയാണ് ഈ പാർട്ടി വിട്ടത്. പത്മജ വേണുഗോപാൽ എന്ത് തെറ്റാണ് ചെയ്തത്? അവരുടെ പിതാവിന്റെ, കേരളത്തിലെ 2 ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരന്റെ പ്രിയപുത്രി, അവരുടെ അച്ഛന്റെ രാജ്യസഭാ സീറ്റ് ന്യായമായിട്ടും AK ആന്റണിക്ക് കൊടുത്തുപോയി. അദ്ദേഹവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. കെ കരുണാകരനും ശ്രീ AK ആന്റണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു, കേന്ദ്രമന്ത്രിമാരായിരുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഹൈബീഡന്റെ പിതാവ് MP ആയതുകൊണ്ടാണല്ലോ ഹൈബീഡനെ MP ആക്കിയത്. ഹൈബീഡന്റെ യോഗ്യത കൊണ്ടൊന്നും അല്ലല്ലോ 2 വർഷം കൊണ്ട് ദേശീയ നേതാവായത്. ആണോ? ഇപ്പൊ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാം, ചിലരുടെ മക്കൾക്ക് കൊടുക്കാം. പക്ഷേ അത് പത്മജയ്ക്ക് എന്താണ് കൊടുക്കാതിരുന്നത്? 22 വർഷം പത്മജ ഈ പാർട്ടി പ്രവർത്തിച്ചതാ. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു 22 വർഷം മുമ്പ്. അവർക്ക് എന്താ കൊടുക്കാതിരുന്നത്? എന്താണ് അവരുടെ അയോഗ്യത? അവർ വനിതയല്ലേ? കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ഇതിഹാസത്തിന്റെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ മകൾക്ക് ആ സീറ്റ് കൊടുത്തില്ലല്ലോ, രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലല്ലോ. എന്താണ് പത്മജിയുടെ അയോഗ്യത? ഓരോ തെരഞ്ഞെടുപ്പിൽ അവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് ഏകദേശം 500 വോട്ടുകൾ മറിഞ്ഞിരുന്നെങ്കിൽ അവർ ജയിക്കുമായിരുന്നു. അവരെ ജയിക്കാൻ അനുവദിച്ചില്ല. എന്താണ് കാരണം എന്ന് നിങ്ങൾ പരിശോധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിലെ വനിതകൾ, ഞങ്ങളെ പോലെയുള്ള അത്യാവശ്യം നന്മയുള്ള ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത, സ്നേഹിച്ച ഈ പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ പോലും എന്താ പറയാ ഒരു അപവാദവും ഉണ്ടാക്കാത്ത ഈ സ്ത്രീകളെയൊക്കെ ഇവർ കുഴിച്ചു മൂടി അവിടെ നിന്നൊക്കെ അവര് ഫീനിക്സ് പക്ഷിയെ പോലെ അവർ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് ചരിത്രം. അതുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ പോലെ
ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കുമ്പോൾ ദീപ്തി മേരി വർഗീസിനെ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചെടുത്തു ഇവിടുത്തെ ഉന്നതരായ നേതാക്കൾ. അവരെ 3 മാസത്തിനുള്ളിൽ, 6 മാസം എന്നാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ ഇന്നലെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തായിരുന്നു. 3 മാസത്തിനുള്ളിൽ അവരെ അഖിലേന്ത്യാ നേതാവാക്കി. എന്തിനായിരുന്നറിയോ? ഈ പാർട്ടിയിലെ റിബലായിട്ട് മത്സരിച്ച് അവര് പാർട്ടിയിൽ 23 വോട്ട് വാങ്ങിച്ച് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനെ തോപ്പിച്ച് പുറത്തു പോയപ്പോ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം 1 വോട്ടിന് നഷ്ടപ്പെടുത്തി. കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടുത്തിയപ്പോൾ അവരെ പുറത്താക്കിയതിനുള്ള സമ്മാനം കൊടുത്തതാണ്. നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധയോടെ കേൾക്കണം.